നമസ്കാരം, ഞാൻ സതീഷ് കുമാർ. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ അടുത്ത് തന്നെ PSCയിൽ വിളിക്കുന്ന ഇലക്ട്രീഷ്യൻ, ട്രേഡ്സ്മാൻ, അങ്ങനെ കുറച്ച് നമ്മുടെ KSEBിയുടെ വർക്കർ, മസ്ദൂർ, അങ്ങനെ കുറേ പോസ്റ്റുകൾ ഈ അടുത്ത് വിളിക്കാനുണ്ട്. അപ്പോൾ അതിലേക്കായിട്ട് നമുക്ക് കുറച്ച് ടെക്നിക്കലായിട്ടുള്ള PSC സ്ഥിരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതും ചോദിക്കാൻ സാധ്യതയുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ നോക്കാം. അപ്പോൾ PSC ഹെൽപ്പ് ലൈൻ പാർട്ട് 1 എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ ബിലോ പിക്ചർ ടു ലാംപ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ഡിഫറെന്റ് പവർ വിത്ത് സെയിം വോൾട്ടേജ്, വിച്ച് ലാമ്പ് ഷുഡ് ബി ബ്രൈറ്റർ. ഇപ്പൊ നമ്മൾ ഈ താഴെ തന്നിപ്പോ ഒരു പടം തരുന്നുണ്ട്. ഈ പടത്തിലെ നമുക്ക് കാണാം 100 വാട്ട് 200 വോൾട്ട്, 50 വാട്ട് 200 വോൾട്ട് സപ്ലൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 200 വോൾട്ട് 50 ഹെർട്സ് സിംഗിൾ ഫേസ് ആയിട്ടുള്ള AC സപ്ലൈ ആണ്. ഈ സർക്യൂട്ടില് ഇത് കാണുമ്പോൾ തന്നെ അറിയാം സീരീസ് സർക്യൂട്ടാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബ്രൈറ്റ്, ഇപ്പൊ നമുക്കറിയാം സീരീസിലാകുമ്പോഴത്തേക്ക് എപ്പോഴും ബ്രൈറ്റ്നസ് ചെറിയ പ്രശ്നം ഉണ്ടാവും അല്ലെ, ഡിമ്മാവും, ലൈറ്റ് ഡിമ്മാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടും ഒരേ പവർ ആണെങ്കിൽ ഒരേ വെളിച്ചമായിരിക്കും കിട്ടുക. ഇതിപ്പോ ഡിഫറന്റ് പവറും സെയിം വോൾട്ടേജ് ആകുമ്പോൾ ഏതിനായിരിക്കും ഇതിനകത്ത് നമ്മുടെ ആൻസർ? ചിലപ്പോൾ പലപ്പോഴും ചിലർക്കൊക്കെ അബദ്ധം പറ്റുന്നതാണിത്. അവരെല്ലാരും പറയും 100 വാട്ടല്ലേ പവർ കൂടിയത്, അതിനായിരിക്കും കൂടുതൽ ബ്രൈറ്റ് എന്ന്. അപ്പൊ ചിലർ ഇത്തരം പറയും അല്ല 50 വാട്ടാണ് അതായിരിക്കും ബ്രൈറ്റ് ആവുന്നതെന്ന്. എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോ മിക്കവാറും കൂടുതൽ പേരും പറയാൻ സാധ്യത ലാമ്പ് 2 അതായത് 50 വാട്ടിൻ്റെതായിരിക്കും എന്നാണ്. എങ്ങനെയാണ് അത് നമുക്ക് നോക്കിയാലോ? ഇത് കണ്ടുപിടിക്കാൻ എളുപ്പമാണോ എന്ന് നമുക്ക് നോക്കിയാലോ? ഇപ്പൊ നമ്മുടെ ഓംസ് ലോ പ്രകാരമാണ് നമുക്ക് കൂടുതൽ ഇതിലേക്ക് പോകാൻ പറ്റുന്നത്, ഇതിന്റെ കാൽക്കുലേഷനിലേക്ക് പോകാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഈ കാൽക്കുലേഷൻ ഒന്നും പഠിക്കേണ്ട കാര്യമല്ല, എങ്കിൽ ഇതൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് PSCക്ക് സമയം കുറവാണ്, പെട്ടെന്ന് തന്നെ ചെയ്തങ്ങ് പോകാൻ പറ്റും. അപ്പോൾ ആസ് പെർ ഓംസ് ലോ 2 റെസിസ്റ്റൻസുകൾ കണക്ട് ചെയ്ത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് പറഞ്ഞാൽ R1 + R2 ആയിരിക്കും. 2 റെസിസ്റ്റൻസിന്റെ കൂടെ തുകയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ R1 എന്ന് പറയുന്നതിന് കാര്യം R1 ഈ സർക്യൂട്ടിൽ നമുക്ക് ഒരു ബൾബ് വന്നിരുന്നാൽ, ലോഡ് തന്നിരുന്നാൽ ആ ബൾബ് ലോഡിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നമുക്കുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് 2 ഇക്വേഷൻ ഉണ്ട്. ഒന്ന് V/I ആയിരിക്കും അല്ലെ V/I ആയിരിക്കും. അതും അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് I നമുക്ക് അറിയാൻ വലിയ പാടാണ്. എങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു ഇക്വേഷൻ V²/P, നമ്മളെ കണക്ട് ബൾബിന്റെ വോൾട്ടേജിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ RP. അപ്പൊ ഇവിടെ നമുക്ക് R1 കണ്ടുപിടിക്കണം, V²/P1. ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് നോക്കാം. V² എന്ന് പറയുമ്പോൾ 200 × 200 നമ്മുടെ ഫസ്റ്റ് ലാമ്പ് എന്ന 100 വാട്ടാണ്. 100 എന്ന് പറയുമ്പോൾ 40,000 ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ കിട്ടുന്നത് 400 ഓം ആണ്. നമുക്ക് ഇതിൽ തന്നെ രണ്ടാമത്തെ ഇക്വേഷൻ ഇത് വെച്ച് 400 ഓം തന്നെ കിട്ടുമോ, ശരിയാണോ, നമുക്ക് ചെയ്ത ഇക്വേഷൻ ശരിയാണോ നോക്കാം. അപ്പോ ഇവിടെ ഇതിനകത്ത് I കണ്ടുപിടിക്കും. ഈ ബൾബ് ഒരു സർക്യൂട്ടിൽ പാരലായിട്ട്, അതായത് സപ്ലൈക്ക് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, സീരീസ് ആയിട്ടല്ല കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആയിരിക്കും അതിനകത്ത് ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് നോക്കാം. I = P/V അല്ലെ, പവർ ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ആണ്. V × I ആണ് പവർ എന്ന് പറയുന്നത്. ഇപ്പോൾ P = V × I ആണെങ്കിൽ I = P/V ആണ്. അപ്പൊ 100 വാട്ട് ഡിവൈഡഡ് ബൈ 200 വോൾട്ട് എന്ന് പറയുമ്പോൾ 0.5 ആംപിയർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ R1 എന്ന് പറയുന്നത് V/I ആണ് ആസ് പെർ ഓംസ് ലോ. അപ്പൊ ഇവിടെ നമുക്ക് 200 ഡിവൈഡഡ് ബൈ 0.5 എന്ന് പറയുമ്പോൾ 400. അപ്പൊ 2 ഇക്വേഷൻ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് R2 കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ തന്നെ നോക്കാം. എന്തായിരിക്കും? V²/P2 അല്ലെ, പവർ 2, ലാമ്പ് 2. അങ്ങനെയാണെങ്കിൽ 200 × 200 ബൈ 50 എന്ന് പറയാം, അതായത് 40,000 ഡിവൈഡ് ബൈ 50 എന്ന് പറയുമ്പോൾ 800 ഓം വരും. ശ്രദ്ധിക്കുക, പവർ കുറഞ്ഞ ബൾബിന് റെസിസ്റ്റൻസ് കൂടുതലാണ്, പവർ കൂടിയ ബൾബിന് റെസിസ്റ്റൻസ് കുറവാണ്. ഇനിയിപ്പോ ടോട്ടൽ റെസിസ്റ്റൻസ്, അതായത് ഒരു എഫക്റ്റീവ് റെസിസ്റ്റൻസ്, ഒരു സീരീസ് സർക്യൂട്ടിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എപ്പോഴും എന്തായിരിക്കും? R1 + R2 ആയിരിക്കും. പാരലൽ ആകുമ്പോൾ 1/R = 1/R1 + 1/R2 എന്നായിരിക്കും. അല്ലെങ്കിൽ R1 R2 R1 + R2 എന്നുള്ള രീതിയിൽ പോകാൻ പറ്റും. ഇവിടെ നമുക്ക് സീരീസ് ആണ് R1 + R2. അപ്പൊ ഇവിടെ R എന്ന് പറയുന്നത് 400 ഓം + 800 ഓം എന്ന് പറയുന്നത് ടോട്ടൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ സീരീസ് സർക്യൂട്ട്. ഈ സർക്യൂട്ടിൽ 1200 ഓം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ടിലെ കറണ്ട് എങ്ങനെയായിരിക്കും? I = V/R. നമുക്കിവിടെ കറണ്ട് കണ്ടുപിടിക്കണം, ടോട്ടൽ റെസിസ്റ്റൻസ് അറിയാം, രണ്ടും കൂടെ സീരീസ് ആയപ്പോൾ റെസിസ്റ്റൻസ് അറിയാം, വോൾട്ടേജ് അറിയാം. അപ്പൊ V/R എന്ന് പറയുമ്പോൾ 200 റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്
V/200 ആണ്. റെസിസ്റ്റൻസ് 1200 ഓം ആണെങ്കിൽ I എന്ന് പറയുന്നത് 200/1200 എന്ന് പറയുന്നത് 0.16666 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. നമുക്കതൊരു തീർച്ചയായും 167 എന്നൊക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഫൈനൽ വാല്യൂവിൽ ചെറിയ വേരിയേഷൻ വരും. എങ്കിലും നമുക്ക് 0.166 ആംപിയർ. ഇനിയിപ്പോൾ നമുക്ക് ആസ് പെർ ഓംസ് ലോ തന്നെയാണ് ഇവിടെ വീണ്ടും നമ്മൾ നോക്കുന്നത്. ഈ ബൾബ് 1 അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്, അതായത് 100 വാട്ട് ബൾബിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് I/R1 ആണ്. അപ്പോൾ ഇവിടെ 0.1666 400 ഓം എന്ന് പറയുമ്പോൾ 66.65 വോൾട്ട് ആണ്. ഈ 200 വോൾട്ട് സപ്ലൈയിൽ 66.65 വോൾട്ട് ആണ് അതിന് അക്രോസ് ആയിട്ട് ഫ്ലോ ചെയ്ത് പോകുന്നത്. ഇനി അതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ ലാമ്പ് 2 0.1666 800 ഓം ആയിരിക്കും 133.3 വോൾട്ട് അതിന് ക്രോസ് ആയിട്ട് ഫ്ലോ ചെയ്ത് പോകും. ഇനി നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത 200 വോൾട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ നോക്കണം. ടോട്ടൽ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ V1 + V2 ആയിരിക്കും ഒരു വോൾട്ടേജ് ഒരു സീരീസ് സർക്യൂട്ടിനകത്ത്. അപ്പൊ ഇവിടെ നോക്കാം 66.65 അധികം 133.3 എന്ന് പറയുന്നത് 199.95 വോൾട്ട്. അതായത് 0.05 നമുക്ക് ആ എറർ വന്നത് ആ 0.16666 ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊക്കൊണ്ടാണ്. ഇല്ലെങ്കിൽ നമുക്കത് കറക്റ്റ് 200 തന്നെ കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് റൗണ്ട് ഓഫ് ചെയ്ത് നമുക്ക് 200 തന്നെ പറയാം. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ദ ലാമ്പ് 2, അതായത് 50 വാട്ട് 200 വോൾട്ടിന്റെ പവർ കുറഞ്ഞ ബൾബാണ് ഒരു സീരീസ് സർക്യൂട്ടിൽ എപ്പോഴും കൂടുതൽ ബ്രൈറ്റ് ആവുന്നത്. അപ്പോൾ ഇന്നത്തേത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻസും എൻ്റെ ആൻസറും ഉടനെ തന്നെ ഉണ്ടാവും. അപ്പോൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. ഇത് മാക്സിമം നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ഉടനെ തന്നെ അടുത്ത വീഡിയോ കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.